ഹലോ, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുരുടേശ്വർ ക്ഷേത്രത്തിലാണ്. മൂകാംബികയിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ മുരുടേശ്വർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 62 കിലോമീറ്റർ അടുത്തുണ്ട് ഈ മൂകാംബിയിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക്. ഇത് മെയിൻ എൻട്രൻസ് ആണ്. അതുപോലെ ആറിൻ ഷെട്ടി എന്ന് പറയുന്ന ധനികനായ വ്യവസായിയാണ് 3 പതിറ്റാണ്ട് മുൻപ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ ആയിട്ട് നിർമ്മിക്കാനായിട്ട് മുൻകൈ എടുത്തതും പണി കഴിപ്പിച്ചതും. കർണാടകയിലെ മുരുടേശ്വരത്ത് അറബിക്കടലിന് സമീപമുള്ള കന്ദുകഗിരി എന്ന ചെറിയ കുന്നിമുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. അതുപോലെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള മഹാദേവൻ്റെ പ്രതിമയ്ക്ക് ഏകദേശം ഒരു 123 അടി ഉയരമാണുള്ളത്. അതേ ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ചിട്ട് 2ാം സ്ഥാനമാണ് ഇവിടുത്തെ ശിവരൂപത്തിന് ഉള്ളത്. ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു പാസ് മാത്രമേ വരുന്നുള്ളൂ. അതിന് മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രം, അതുപോലെ ബീച്ച്, ഇതിനടുത്തുള്ള പ്രദേശങ്ങളെ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റും. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഓരോ ശില്പങ്ങളും അതിമനോഹരമായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മുകളിലേക്ക് കയറി പോകാനായിട്ട് പടവുകളുണ്ട്. അതുപോലെ ഇവിടെ ഒരു കേവ് എൻട്രൻസ് ഉണ്ട്. ഇതിനകത്ത് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് അവർ ഫീ ആയിട്ട് ഈടാക്കുന്നത്. അതുപോലെ നന്ദീശ്വരൻ്റെ ഒരു രൂപം, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ പണി തീർത്തിരിക്കുന്ന ഈ ശിവരൂപത്തിന് 123 അടി ആണ് ഉയരമുള്ളത്. അതുപോലെ തന്നെ ഈ രാജഗോപുരം, ഇവിടുത്തെ രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. 249 അടി ഉയരമുണ്ട് രാജഗോപുരത്തിന്. നമ്മൾ കേവിലെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവിടെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കഥ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ രൂപങ്ങളും, അതായത് അതിൻ്റെ ഓരോ സ്റ്റേജും ഇവിടെ അവർ ചിത്രീകരിക്കുന്നുണ്ട്. ആത്മലിംഗം പ്രാപ്തമാക്കാനായിട്ട് രാവണൻ ഭഗവാൻ ശിവനെ തപസ് അനുഷ്ഠിക്കുന്നതും, അതുപോലെ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അത് ആത്മലിംഗം കൊടുക്കുന്നതും, പിന്നെ നാരദമുനി അപ്പോഴേക്കും ദുഷ്ടനായ രാവണനായതുകൊണ്ട് തന്നെ നാരദമുനി മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെ അടുത്ത് നിന്ന് ഈ ആത്മലിംഗം തിരിച്ചു മേടിക്കാനായിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കുകയും അതിൻ പ്രകാരം ഗണപതി ഭഗവാൻ ഒരു ബാലകൻ്റെ രൂപത്തിൽ രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഹാദേവൻ രാവണനോട് പ്രത്യേകം പറയുന്നുണ്ട്, ലങ്കയിൽ എത്തുന്നത് വരെ ഈ ആത്മലിംഗം താഴെ വെക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൂജകളിലൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന രാവണൻ വൈകുന്നേരം ആയി എന്ന് വിചാരിച്ചു, അതായത് മഹാവിഷ്ണു തൻ്റെ മായ കൊണ്ട് സൂര്യനെ മറച്ച് വൈകുന്നേരത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ സമയത്ത് ഗണപതി ഭഗവാൻ ഒരു ബാലകൻ്റെ രൂപത്തിൽ, ബ്രാഹ്മണ ബാലകൻ്റെ രൂപത്തിൽ രാവണൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ പൂജകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ആത്മലിംഗം കയ്യിൽ പിടിക്കാമോ എന്ന് ബാലകനോട് ചോദിക്കുകയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മായ മാറ്റി അവിടെ വീണ്ടും പ്രകാശം വരികയും ചെയ്തു. അപ്പോൾ രാവണൻ ദേഷ്യപ്പെട്ട് ആ ടൈമിൽ തന്നെ അന്ന് ബാലകൻ അവിടെ ആത്മലിംഗം നിലത്ത് വെച്ചു. അപ്പോൾ രാവണൻ കോപാകുലനായി ബ്രാഹ്മണനെ അടിക്കാൻ വരുന്നു. അതുപോലെ തന്നെ ദേഷ്യപ്പെട്ട ആത്മലിംഗം എടുത്ത് എറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബലപ്രയോഗത്തിലൂടെ രാവണൻ ആത്മലിംഗവും അതുപോലെ അതിനെ ഉള്ള ആഭരണവുമെല്ലാം വലിച്ചെറിയുകയും അത് ചെന്ന് പതിച്ച സ്ഥലം, ആവരണം ചെന്ന് പതിച്ച സ്ഥലമാണ് ഇപ്പോൾ ഈ മുരുടേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് വിശ്വാസം. ഇതിനോടടുത്ത് തന്നെയാണ് ബീച്ച്. ഇവിടെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ശരിക്കും ഈ വിഗ്രഹത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ഇവിടുത്തെ ഓരോ ശില്പങ്ങളും വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ശനീശ്വര ക്ഷേത്രമുണ്ട്. അതുപോലെ രഥം, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ടുണ്ട് കേട്ടോ.
ശനീശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണിത്. അതുപോലെ വൈകുന്നേരത്തെ ഒരു ലൈറ്റ് ഇഫക്റ്റും അത് വളരെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് ചെന്നത്. അപ്പോൾ വൈകിട്ട് എന്നിട്ട് ഞങ്ങൾ ശരിക്കും രാത്രിയായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആ മഹാദേവൻ്റെ ആ വിഗ്രഹത്തിൽ തന്നെ ഉള്ള ആ ലൈറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ വന്ന ടൈമിൽ ഒരു വൈറ്റ് കളറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സ്വർണ്ണ കളറുള്ള ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. കാരണം അത്രയ്ക്കും ആ ലൈറ്റ് എഫക്റ്റ് തന്നെ വളരെ മനോഹരമായിട്ടാണുള്ളത്. ബീച്ചിലാണെങ്കിലും ഒരുപാട് റൈഡുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു പ്ലേസാണ് ഇവിടെ. പിന്നെ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഹോട്ടലൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.